ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഇപ്പോൾ അബായ കഫ്താൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം ഞാനിത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ടാവുമോ എന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ ഫുൾ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ 52 ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഷോൾഡർ 8 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമുക്ക് 8 ഇഞ്ച് തന്നെയാണ് നമ്മൾ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഒരു 10 ഇഞ്ച് പോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നാണ് ആ ഒരു കൈയിൻ്റെ ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം ഇതേപോലെ ഒന്ന് കൈയിൻ്റെ വീതി നമ്മളൊരു 10 ഇഞ്ച് അല്ലെങ്കിൽ 9 ഇഞ്ച് എത്രയാണോ നിങ്ങൾക്ക് ലൂസ് വേണ്ട അതിനനുസരിച്ച് വീതി കണക്കാക്കിയിട്ട് ഈ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തെടുക്കാം. അവിടെ ഷേപ്പ് കാര്യങ്ങളൊന്നും നമുക്കൊരു അളവല്ല. അപ്പം അവിടെ നിന്ന് അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം താഴത്തേക്ക് ഒരു എലൈൻ പോലെ നമ്മൾ ആ ലെങ്ത്തിലേക്ക് നമ്മൾ അങ്ങനെ വരച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ നെക്കിൻ്റെ വിടുത്ത് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നോർമൽ നമ്മൾ സ്ലോപ്പ് വരയ്ക്കുമല്ലോ നെക്കിൻ്റെ അവിടെ, ആ സ്ലോപ്പ് നമ്മൾ വരച്ചതിന് ശേഷം അവിടെ നമ്മൾ ആ സ്ലോപ്പിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ബാക്കിയുള്ള ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ലൂസ് കൊടുക്കുന്ന സമയത്ത് ഒരു എക്സൽ ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് 10 ഇഞ്ചുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരു 2 ഇഞ്ച് എക്സ്ട്രായും 1 ഇഞ്ച് ലൂസും 12 ഇഞ്ചിൽ കൊടുത്തിട്ട് 1 ഇഞ്ച് സ്റ്റിച്ചിങ്ങിനും കൊടുത്താൽ 13 ഇഞ്ച് മതിയാവും. കാരണം ഒരുപാട് ലൂസായി കിടക്കുമ്പോൾ അത്ര ഭംഗിയും തോന്നൂലല്ലോ. അപ്പം എക്സൽ സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 12 ഇഞ്ച് വീതി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിതൊരു 12 ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഷേപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതേപോലെ സെപ്പറേറ്റ് നെക്ക് ഞാൻ കട്ട് ചെയ്യുന്നില്ല. നെക്ക് ഞാൻ ഇതിൽ ലൈനിങ്ങും വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് നെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നെക്ക് 2 ഭാഗത്തും നമ്മൾ ക്യാൻവാസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നെക്ക് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ സെൻറ്റർ വശത്ത് ഇതേപോലെ തന്നെ നമ്മളൊരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ക്യാൻവാസിൽ ഫ്രണ്ടിൽ വി നെക്കാണ് കൊടുക്കുന്നത്. ഒരു 7 ഇഞ്ച് ലെങ്ത്ത് 3 ഇഞ്ച് വിടുത്തുമാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാൻവാസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ഇഞ്ച് വീതിക്ക് 1.5 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടാണ് നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുന്നത്. അതേപോലെ തന്നെ 7 ഇഞ്ചിലും അങ്ങനെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മളൊരു ക്ലോത്തിലേക്ക് അയൺ ചെയ്തിട്ട് അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. സിമ്പിളാണ് കേട്ടോ. നമുക്ക് ഈ ആം ഹോളിൻ്റെ പ്രശ്നമോ സ്ലീവ് ജോയിൻ ചെയ്യുന്ന പ്രശ്നമോ അങ്ങനെ ഒന്നുമില്ല. ഇതിൽ എളുപ്പത്തിൽ തന്നെ നല്ലൊരു പ്രീമിയം ലുക്ക് തരുന്നൊരു അടിപൊളി സ്റ്റൈലാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഇൻസ്റ്റയിൽ ഞാനിത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡ്രസ്സ് വേണ്ടിയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ ഇൻസ്റ്റൻ്റെ ലിങ്കോ കാര്യങ്ങളോ ഇവിടെ എവിടെയെങ്കിലും ഷെയർ ചെയ്യുക, ബയോലേറ്റ് കൊടുക്കട്ടോ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മാക്സി ബിറ്റ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിലും DM ചെയ്യട്ടോ. നമ്മൾ മാക്സി ബിറ്റും സെയിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡ്രസ്സും കസ്റ്റമൈസ് ചെയ്തിട്ട് സെയിലാക്കുന്നുണ്ട്. അപ്പം ഞാനിതിൽ ലൈനിങ് വെച്ചിട്ട് എല്ലാം ജോയിൻ ചെയ്തെടുത്തിട്ടോ. അതിന് ശേഷം ഞാൻ ഈ ഒരു ക്യാൻവാസ് വെച്ചിട്ട് വീനേക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. വി കണക്കാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം പിന്നെ ബാക്കിൽ നമ്മൾ നോർമൽ ആ റൗണ്ട് നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യാം. പിന്നെ താഴത്തേക്ക് അടിച്ചു പോവുക. താഴത്തൊരു 14 ഇഞ്ച് ലെങ്ത്തിന് നമ്മൾ ഒരു സൈഡ് ഓപ്പണും കൊടുക്കുന്നുണ്ട് കേട്ടോ. താഴത്തുനിന്ന് മുകളിലേക്ക് ഒരു 14 ഇഞ്ച് ലെങ്ത്തിൽ. അപ്പോൾ ബാക്കിലും നമ്മൾ ഇതേപോലെ ക്യാൻവാസ് വെച്ചിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലും ആ വീനൊക്കെ കൊടുത്തു. ഇനി നമുക്ക് ഷോൾഡർ നേരെ കറക്റ്റ് ജോയിൻ ചെയ്യാം. സ്ലീവ് ഫോൾഡ് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് സ്ലീവ് അത്ര ലെങ്ത്ത് ഉണ്ടാവില്ല കേട്ടോ. ഫുൾ സ്ലീവ് വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് നമുക്ക് ആ വീതിക്ക് അനുസരിച്ച് ഒരു പീസും കൂടി ജോയിൻ ചെയ്യുക. എത്രയാണോ നിങ്ങൾക്ക് ലെങ്ത്ത് വേണ്ടത് നെക്കിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത്, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ താഴത്ത് പറഞ്ഞില്ല ഒരു 14 ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ ഒരു സ്ലിറ്റ് നമ്മുടെ സൈഡ് ഓപ്പൺ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പം ഇതേപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സൈഡ് ഓപ്പണും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താഴത്തേക്ക് ഈ ഒരു സൈഡ് ഓപ്പണാണ് വരുന്നത്. പിന്നെ താഴത്ത് നമുക്ക് മടക്കി അടിക്കാൻ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് കേട്ടോ. പിന്നെ കുറച്ചും കൂടി കട്ടിയുള്ള ക്ലോത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈനിങ് നമുക്ക് ഒഴിവാക്കാം. അത് പറ്റ നേരിയ ചന്തേരി ഫാബ്രിക് ആണ് കേട്ടോ. അപ്പോൾ നല്ല നേരിയതായതിനെ കൊണ്ടാണ് ഞാൻ ലൈനിങ് ആഡാക്കിയത്. ലൈനിങ് ഇല്ലെങ്കിൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.